For our time of looking into God's word, shall we turn to the book of Titus and reading from chapter 1 and verse 1. നമ്മുടെ തുറന്നുള്ള ചിന്തയ്ക്കായിട്ട് തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. It reads like this: Paul, a bond servant of God and an apostle of Jesus Christ, according to the faith of God's elect and the acknowledgement of the truth which accords with godliness. Sanjan, if you can just read that first. I think in Malayalam maybe it may be over 2-3 verses. Yes. Yeah. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. ഇംഗ്ലീഷിൽ 1-ാം വാക്യം, മലയാളത്തിൽ 3-ാം വാക്യമായിട്ടാണ് വരുന്നത്. തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ്. In our assembly Bible class, on Sundays we have been meditating on the book of Titus for the past few weeks. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മുടെ ഞായറാഴ്ചത്തെ വേദപഠന സമയത്ത് നാം തീത്തോസിന്റെ ലേഖനമാണ് പഠിച്ചു വരുന്നത്. We've been looking at previous books of 1 Timothy, 2 Timothy, and now we have come to Titus. നാം തീമോഥെയോസിന്റെ 1-ഉം 2-ഉം ലേഖനങ്ങൾ പഠിച്ച ശേഷം ഇപ്പോൾ തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വന്നിരിക്കുകയാണ്. These are the pastoral epistles written by Apostle Paul. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഇടയലേഖനങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നവയാണ് ഈ പുസ്തകങ്ങൾ. And these contain so many beautiful truths, since it is written, by Paul at this very end of his life. Such beautiful, biblical truth and doctrine concerning the Church of God. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതാന്ത്യത്തോട് അടുത്ത സമയത്ത് എഴുതിയ പുസ്തകങ്ങൾ ഒന്ന് എന്നുള്ള നിലയിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു പുസ്തകമാണിത്. വിശേഷാൽ വളരെ ഉപദേശപരമായ, വളരെ മനോഹരമായ അനേക കാര്യങ്ങൾ ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. But today I just like to concentrate on just a verse. In the first, it talks about the acknowledgement of the truth which accords with godliness. നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്നതായ ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി എന്നുള്ള ആ പദപ്രയോഗങ്ങൾ ഇന്ന് ചിന്തയ്ക്കായിട്ട് വിഷയീഭവിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. So today I would like to talk to you about the term godliness. ഭക്തി എന്നുള്ള വാക്കിനെ അധികരിച്ച് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. In the Bible, the term godliness is very few, and only few are mentioned in the Word of God. ദൈവവചനത്തിൽ ദൈവഭക്തി എന്നുള്ള വാക്ക് വളരെ ചുരുക്കമായിട്ട് മാത്രമേ പ്രയോഗിക്കുന്നതായി നാം കാണുന്നുള്ളൂ. We find majority of the term godliness used in the pastoral epistles. അതിൽ തന്നെ ഏറിയ പങ്ക് പ്രയോഗങ്ങളും ഈ ഇടയലേഖനങ്ങളിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. Although the word godliness appears for a very only appears few times in the Word of God, we must know that the entire Bible is a book on godliness. വേദപുസ്തകത്തിൽ ദൈവഭക്തി എന്നുള്ള വാക്ക് വിരളമായിട്ട് മാത്രമേ നാം കാണുന്നുള്ളൂ എങ്കിലും വേദപുസ്തകം ആകമാനമായി ദൈവ ഭക്തിയെക്കുറിച്ച് പറയുന്നതാണ്, ദൈവഭക്തിയിൽ അധിഷ്ഠിതമാണ്. And in the New Testament, Paul emphasizes this term godliness very much in the pastoral epistles. ഈ ഇടയലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവഭക്തി എന്നുള്ളത് വളരെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. He talks a great deal about godliness and ungodliness. ദൈവഭക്തിയും അഭക്തിയും വളരെ അധികമായിട്ട് താൻ പ്രയോഗിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. And in this chapter, in Titus 1 and verse 1, we read that the acknowledgement of the truth will accord with godliness. In other words, the knowledge of the truth of God will lead us to godliness. നാം 3-ാം വാക്യത്തിൽ കണ്ടത് ദൈവ ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി എന്നുള്ള പ്രയോഗമാണ്.
എന്ന് വെച്ചാൽ ദൈവവചനത്തിന്റെ പരിജ്ഞാനമാണ് യഥാർത്ഥമായ ദൈവഭക്തിയിലേക്ക് നമ്മെ നയിക്കുന്നത്. So, dearly beloved, as God's children, the more we know the knowledge of truth. Actually, the knowledge of truth should lead us to godliness. If it does, if godliness is not there, then there is something in our faith that is wrong, or something that is not right, that we do not understand the word of God. നമ്മുടെ ദൈവിക സത്യങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മെ ദൈവഭക്തിയിൽ തീർച്ചയായിട്ടും വളരുമാറാക്കണം. അപ്പോൾ ദൈവിക സത്യങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മെ ദൈവഭക്തിയിലേക്ക് വളർത്തുന്നില്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ പാകപ്പിഴയുണ്ട്, അല്ലെങ്കിൽ നാം സത്യം വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. And we must understand there are few questions now. Let's dwell on this topic of godliness. And there are questions that would be asked, what is then godliness? What are the marks of a godly person? And also, how does a person become godly? അങ്ങനെ ദൈവഭക്തിയെക്കുറിച്ച് നാം പ്രതിപാദിക്കുമ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ മനസ്സിൽ വരുവാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ദൈവഭക്തി എന്ന് വെച്ചാൽ എന്താണ്? രണ്ട്, ദൈവഭക്തിയുടെ ലക്ഷണങ്ങൾ എന്താണ്? ഒരു വ്യക്തി എങ്ങനെയാണ് ഭക്തനായി തീരുന്നത് എന്നിത്യാദി ചോദ്യങ്ങൾ ഉരുവാകുവാൻ സാധ്യതയുണ്ട്. Yeah, and if we give the answer to the term godliness, many of us would talk about godliness as being Christ-like or becoming God-like. Most of our expression would be on the character of godliness. ദൈവഭക്തിയെ നിർവചിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ ഏറെ ആളുകളും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക, ദൈവത്തോട് അനുരൂപപ്പെടുക എന്നുള്ള ആ അവസ്ഥയാണ് അത് മുഖാന്തരം വിവക്ഷിക്കുന്നത്. But godliness is more than a character by itself. It is based on a foundation, and the foundation is God himself. എന്നാൽ യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഒരു സ്വഭാവവിശേഷമല്ല, അതിലും ഉപരിയായിട്ടുള്ള അവസ്ഥയാണ്. വാസ്തവത്തിൽ ഒരു അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതായ ഒരു അവസ്ഥയാണ് ദൈവഭക്തി. അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ദൈവഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. We must understand the foundation on which this godly character is built upon. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവിക സ്വഭാവം പണിതുയർത്തപ്പെടുന്ന അടിസ്ഥാനം എന്താണെന്ന് നാം മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. And so for that, we will look at some portions within these pastoral epistles which talk about godliness. In fact, 1 Timothy has many verses that talks about godliness, and we look at a few to understand, and we'll go to one of those beautiful verses, 1 Timothy chapter 3 and verse 16. ഈ ഇടയലേഖനങ്ങൾ നാം പരിശോധിച്ചാൽ ദൈവഭക്തി എന്ന പ്രയോഗം കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നാം പരതുമ്പോൾ അതിനടിസ്ഥാനമായിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല വാക്യങ്ങളുണ്ട്. എന്നാൽ 1 തിമോഥെയോസ് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ 16-ാം വാക്യത്തിൽ നമുക്ക് വളരെ മനോഹരമായ ഒരു പ്രയോഗം കാണുവാനായിട്ട് സാധിക്കും. And without controversy, great is the mystery of godliness. God was manifested in the flesh, justified in the spirit, seen by angels, preached among the Gentiles, believed on in the world, received up in glory. 1 തിമോഥെയോസ് 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുത്തുകയാണ്. അവിടെ താൻ പറയുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലുതാകുന്നു. The mystery of godliness, beautiful term that Paul writes here, the mystery of godliness, which is the heart of Christian faith. ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്ന വളരെ മനോഹരമായ പ്രയോഗമാണ്. വാസ്തവത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ ദൈവഭക്തിയാണ്.
The fact that God took on human flesh to live among the people he created. So beautiful. The entire gospel is consigned in these beautiful verses here. ഈ വാക്യത്തിൽ വാസ്തവത്തിൽ സുവിശേഷം ആകമാനമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ താൻ പറയുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ വേഷമെടുത്ത് ഭൂമിയിൽ അവതരിച്ചതിനെ താൻ അവതരിപ്പിക്കുന്നു. And you see that from these verses, the mystery, Christ is the mystery of godliness, which means that he is the pure embodiment of pure godliness. ഇവിടെ ഈ ദൈവഭക്തിയുടെ മർമ്മം എന്നുള്ള നിലയിൽ പൗലോസ് വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ വാസ്തവത്തിൽ ശരിയായ ദൈവഭക്തിയുടെ ദേഹരൂപമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. Oh, the Lord Jesus Christ laid down his life for unworthy sinners like each one of us, so that you and I will not have to perish in eternal hellfire and to be separated from God, but to be brought to the presence of God as forgiven people. നാം ഓരോരുത്തരും അഭക്തരായിട്ട് ദൈവത്തോട് അകന്നിരുന്ന അവസ്ഥയിൽ നിത്യമായ നരകശിക്ഷാവിധിക്ക് മാത്രം യോഗ്യരായിരുന്നപ്പോൾ നമ്മെ അതിൽ നിന്ന് വിടുവിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന ആ മഹത്തായ അനുഭവത്തെ ഇവിടെ ദൈവഭക്തിയുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. The life of Lord Jesus Christ was dedicated to the Father, and he did what pleased the Father. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം പിതാവിന്റെ സന്നിധിയിൽ സമ്പൂർണമായിട്ട് സമർപ്പിതമായിരുന്നു. പിതാവിന് പ്രസാദകരമായത് മാത്രം കർത്താവ് നിറവേറ്റി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. And dearly beloved, how a life is transformed is the mystery of godliness in each one of our lives. It is so beautiful to realize that it all begins with the Lord Jesus Christ. ഒരു വ്യക്തി ജീവിതം എപ്രകാരം രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ദൈവഭക്തിയുടെ മർമ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് വാസ്തവത്തിൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അത് യേശുക്രിസ്തുവിലൂടെയാണ് സാധിക്കുന്നത്. The revelation of God in the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുന്ന ആ അവസ്ഥ. And Paul terms it as a great mystery. It is an amazing revelation. ഇവിടെ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് അതൊരു വലിയ മർമ്മമാണെന്നാണ്, വളരെ അത്ഭുതകരമായ ഒരു വെളിപ്പാടാണ്. So godliness springs out from a true relationship with the living God. ജീവനുള്ള ദൈവവുമായിട്ട് ശരിയായ ഒരു ബന്ധത്തിൽ നിന്നാണ് യഥാർത്ഥ ദൈവഭക്തി ആരംഭിക്കുന്നത്, ഉരുവാകുന്നത്. And the new spiritual birth that a person has in the Lord Jesus Christ, it is that new birth will produce true godliness. ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആ പുതുജീവൻ ആണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയിൽ യഥാർത്ഥ ദൈവഭക്തി ഉൽപാദിതമാക്കുന്നത്. Paul writes in another portion in 2 Corinthians chapter 5 and verse 17. He says that if anyone is in Christ, he is a new creation. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. Yes, the old has passed away, behold the new has come. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. What an amazing revelation, the mystery of godliness through the Lord Jesus Christ. എത്രയോ അത്ഭുതകരമായിട്ടുള്ള ഒരു വെളിപ്പാടാണത്, കർത്താവായ യേശുക്രിസ്തുവിൽ വെളിപ്പെടുന്ന ദൈവഭക്തിയുടെ മർമ്മം. And how a life is transformed is the mystery of godliness and can be only comprehended through the revelation of God through Jesus Christ. നമ്മുടെ ജീവിതത്തിന് എങ്ങനെ രൂപാന്തരം വന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുമ്പോഴാണ്. So the next question is, so what is a godly life, or what is godliness then?
അതുകൊണ്ട് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ദൈവഭക്തി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്, അതിന്റെ ലക്ഷണം എന്താണ്? So it is a life that no longer seeks satisfaction in sinful lifestyle, but is now surrendered entirely to God and to do God's will. ലോകത്തിലെ പാപഭോഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ദൈവത്തിൽ സമ്പൂർണമായിട്ട് സമർപ്പിതമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ലക്ഷണമാണ് യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത്. Some other meanings of godliness, when I was going through in spiritual realm, it talks about a proper response to the things of God, which produces obedience and righteous living. ഈ ദൈവഭക്തിയുടെ നിർവചനത്തെ കുറിച്ച് മറ്റ് ആത്മീയ ഭാഗത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് ദൈവത്തോടുള്ള ശരിയായ ഒരു പ്രതികരണവും ദൈവസന്നിധിയിലെ ശരിയായിട്ടുള്ള ഒരു നിൽപ്പുമാണ്. And I like one other meaning of the word godliness, which simply says it is devotion in action. ഈ ദൈവഭക്തിക്കുള്ള മറ്റൊരു നിർവചനമായിട്ട്, ലളിതമായ ഒരു നിർവചനമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനും എനിക്ക് താല്പര്യം തോന്നിയതുമായ ഒരു പ്രയോഗം എന്ന് പറയുന്നത്, ദൈവഭക്തി എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണം കർമ്മപദ്ധതിയിൽ കൊണ്ടുവരുന്നതാണ്. Yeah, the devotion of God in action is godliness. ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി പന്ഥാവിൽ നാം കൊണ്ടുവരുന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥ ദൈവഭക്തി. So we must understand that without Christ in our life, godliness cannot happen. അതുകൊണ്ട് നാം മനസ്സിലാക്കുവാൻ ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ക്രിസ്തുവില്ലാതെ ദൈവഭക്തി നമ്മിൽ സാധ്യമാകുകയില്ല. It is impossible to develop any Christian character without a foundation of Christ in our life. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ആകുന്ന അടിസ്ഥാനമില്ലാതെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സ്വഭാവ വൈശിഷ്ട്യവും നമുക്ക് യഥാർത്ഥമായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. But the moment we have that relationship with the living God, that will determine our conduct, because that is already established. That relationship is established, and that will determine our conduct. നമുക്ക് കർത്താവുമായിട്ടുള്ള ശരിയായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തെ നിർവചിക്കുകയും സ്വഭാവത്തിൽ അത് വെളിപ്പെടുകയും ചെയ്യും. And moving on to another portion in 1 Timothy, we talked about, it starts off with the mystery of godliness, which is the foundation, because Christ is the embodiment of pure godliness. If we need to have godliness, it has to start with the Lord himself, a relationship with the true and living God. നാം ഈ വായിച്ച ഭാഗത്ത് കണ്ടതുപോലെ കർത്താവായ യേശുക്രിസ്തുവാണ് ശരിയായ ദൈവഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാസ്തവമായും ദൈവഭക്തി ഉണ്ടാകണമെങ്കിൽ അത് നമുക്ക് കർത്താവ് യേശുക്രിസ്തുവുമായിട്ടുള്ള ശരിയായ ഒരു ബന്ധത്തിലൂടെയാണ് സാധിക്കുന്നത്. So let's move to the next 1 Timothy chapter 4, the very next chapter after 3, and verses 7 and 8. It says chapter 4 and verse 7 and 8, 1 Timothy chapter 4, 7 and 8. The latter part of verse 7, it says, Paul is telling, exercise yourself toward godliness. And the very next verse, in verse 8, he says, bodily exercise profits a little, but godliness is profitable for all things, having promise of the life that is now and that of that which is to come. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം തുടർന്ന് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദാനമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. So this term, exercise yourself toward godliness, what does that mean? And it applies to a child of God. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ
ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു ദൈവ പൈതലിൽ അതെങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? You know, in a child of God's life, the practice of godliness comes with the cultivation of and maintaining a relationship, a constant and a consistent relationship with the Heavenly Father, with God Himself. ദൈവവുമായിട്ടുള്ള നിരന്തരമായ സ്ഥായിയായ ഒരു ബന്ധം തുടരുമ്പോഴാണ് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ദൈവഭക്തി അഭ്യസിക്കുന്നത്, അത് ഉരുവാക്കുന്നത്. A God ordained lifestyle cannot be developed without a relationship with God. ദൈവത്തോട് ശരിയായ ബന്ധമില്ലാതെ ദൈവ നിർവചിതമായിട്ടുള്ള ഭക്തിയുള്ള ജീവിതം നമുക്ക് ഒരിക്കലും നടത്തുവാനായിട്ട് സാധിക്കില്ല. So that is what Paul is mentioning here in terms of our godliness. To exercise godliness means to cultivate that relationship consistently with God. അതുകൊണ്ട് പൗലോസ് ഇവിടെ ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധം ഉരുവാക്കി അതിനെ പ്രചോദിപ്പിക്കുക, അതിനെ വളർത്തുക എന്നുള്ളതാണ്. And I mentioned earlier that I read in one of the Christian literatures, godliness being called the devotion of God in action. It means that, you know, we need to know that devotion is not an activity, it is an attitude. ഞാൻ നേരത്തെ പറഞ്ഞ നിർവചനത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണമാണ് വാസ്തവത്തിൽ ദൈവഭക്തിയുടെ പ്രാവർത്തികത എന്ന് പറയുകയുണ്ടായല്ലോ. എന്നാൽ നാം ഇച്ചിരി വ്യക്തമായിട്ട് ഓർക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ഒരു പ്രവൃത്തിയല്ല, അതൊരു മനോഭാവമാണ്. Yes, when you look at the fear of God, it is not an activity, it is our attitude towards God. ദൈവത്തോട് നമ്മുടെ ഭയം, ദൈവഭയം എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അത് ഒരു പ്രവൃത്തിയല്ല, നമ്മുടെ ഒരു അവസ്ഥയാണ്, നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യമാണ്. Yes, it applies also. Our love towards God should not be an activity, it should be an inborn attitude that a child of God develops. ദൈവത്തോട് നമ്മുടെ സ്നേഹത്തിന്റെ കാര്യത്തിലും അവസ്ഥ ഇത് തന്നെയാണ്. നമുക്കുള്ള ദൈവസ്നേഹം എന്ന് പറയുന്നത് അതൊരു പ്രവൃത്തിയല്ല, ഒരു ദൈവപൈതൽ തന്റെ അന്തരാത്മാവിൽ അനുഭവിക്കുന്നതായ അഥവാ നിലനിർത്തുന്നതായ ഒരു അവസ്ഥാവിശേഷമാണ്. So the practice of godliness is an exercise, and that totally should focus upon God. അതുകൊണ്ട് ദൈവഭക്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നാം അഭ്യസിക്കേണ്ടതാണ്, അത് ദൈവത്തിൽ മാത്രം കേന്ദ്രീകൃതമായിരിക്കേണ്ടതാണ്. Many a times, you know, as God's children, we try to develop a godly character, not having a consistent and a proper relationship with God. ദൈവമക്കളായ നാം ചിലപ്പോഴൊക്കെ ദൈവത്തോട് ശരിയായും സ്ഥായിയായും ഉള്ള ഒരു ബന്ധം ഇല്ലാതെ തന്നെ ദൈവഭക്തി നമ്മിൽ ഉരുവാക്കുവാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. And when I was dwelling on this, I was asking all the questions in my life, because this term godliness is, you know, so beautiful. But also when I stand before the word of God, I could see my unworthiness when I study godliness. ദൈവഭക്തി എന്നുള്ള വിഷയം ഞാൻ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ചോദ്യമൊക്കെ എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയായിരുന്നു. ദൈവഭക്തി എന്നുള്ളത് ദൈവവചനത്തിലെ മനോഹരമായ ഒരു അവസ്ഥയായി നാം കാണുമ്പോൾ തന്നെ ആ അവസ്ഥയോടുള്ള ബന്ധത്തിൽ എന്റെ അയോഗ്യതയും ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. You know, we should look at our own life. How much time do I take to walk with God on a daily basis? നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ദിനംതോറും ദൈവവുമായിട്ട് നാം എത്രമാത്രം വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ തുടരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Am I living a life that is pleasing to the Father in heaven? നമ്മുടെ സ്വർഗീയ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന
ഒരു ജീവിതമാണോ വാസ്തവത്തിൽ ഞാൻ നയിക്കുന്നത്? Is God the Father the center of all my thoughts? എന്റെ ചിന്താമണ്ഡലത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് വാസ്തവത്തിൽ പിതാവായ ദൈവമാണോ? When I do things, do I do it as an opportunity to glorify and honor the name of God? ഞാൻ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അത് ദൈവത്തെ ആദരിക്കുന്ന, ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഒരു അവസരമായിട്ടാണോ ഞാൻ അതിനെ വിനിയോഗിക്കുന്നത്? Paul says that whatever you eat or drink or you do it all for the glory of God. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും അതൊക്കെ ദൈവ മഹത്വത്തിനായിട്ട് ചെയ്യുക എന്നാണ്. So we cannot develop godliness in our life without taking time to develop a God-centered devotion. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിതമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തി നമുക്ക് ഉരുവാക്കുവാനോ വളർത്തുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. Oh, dearly beloved, may the Lord help us to truly understand this beautiful relationship that God expects, you and I to have with the Father in heaven. ഓ പ്രിയ ദൈവമക്കളെ, നാം ഓരോരുത്തരും നമ്മുടെ സ്വർഗീയ പിതാവുമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ആ ശരിയായ ബന്ധം, ആ കൂട്ടായ്മ പാലിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കുവാനായിട്ട് നമുക്കിടയായി തീരട്ടെ. Right from Genesis to the end, God is only interested in our spiritual life. നാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തിരുവെഴുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ആത്മീക വിഷയത്തിലാണ് ദൈവത്തിന്റെ താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Yeah, right from Genesis, it is God who called out to Adam and Eve in the cool of the day. നാം ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ നാം അവിടെ കാണുന്നുണ്ട്, അവർ പാപം ചെയ്ത ശേഷം ദൈവമാണ് വന്ന് ആദാമിനെയും ഹവ്വയെയും വിളിക്കുന്നത്. ആ വെയിലാറിയപ്പോൾ ഏദൻ തോട്ടത്തിൽ വന്ന് ദൈവമാണ് അവരെ വിളിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. It is God who wants to keep that fellowship with us. നമ്മോടുള്ള ആ കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാനായിട്ട് നമ്മേക്കാൾ അധികമായിട്ട് ദൈവമാണ് ആഗ്രഹിക്കുന്നത്. We might not be interested in a relationship with God, but God is interested in a relationship with each one of us. ദൈവത്തോടുള്ള ഒരു ശരിയായ ബന്ധം നിലനിർത്തുവാൻ നമുക്ക് താല്പര്യമില്ലെന്ന് വന്നാലും വാസ്തവത്തിൽ ദൈവം അതിൽ ഏറ്റവും താല്പര്യമുള്ള വ്യക്തിയാണ്. And right through till the end, you will see, in Revelation as well, he is going to come back and he is going to be with his people. And that is what he is going to be with his people. നാം വേദപുസ്തകത്തിൽ ഉടനീളം നോക്കിയാൽ, വിശേഷാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവം മടങ്ങി വരികയും ദൈവം തന്റെ ജനത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് കാണുവാൻ കഴിയും. Oh, dearly beloved, how interested God is in our spiritual life, that he sent his only begotten Son, the Lord Jesus Christ, to this world, so that we sinners would not perish, but come to his magnificent presence. എൻ്റെ പ്രിയമുള്ളവരെ, നാം പാപികളായി നിത്യമായ നാശത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് തന്റെ പുത്രനെ അയച്ച് നമുക്ക് രക്ഷ ഒരുക്കിയ ദൈവം നമ്മുടെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ എത്രമാത്രം തൽപരനാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We will move to another portion again in 1 Timothy. Now we are just talking about the term godliness that Paul so beautifully puts in these pastoral epistles. ഈയിടെ ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവഭക്തി എന്നുള്ള വിഷയം എത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. In 1 Timothy and chapter 6 and reading from verse 11. 1 തീമോഥെയോസ് 6-ാം അധ്യായം 11-ാം വാക്യം മുതൽ we'll read just verse 11. But you, O man of God, flee these things and pursue righteousness, godliness, faith, love, patience, gentleness. 11-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക.
pursue godliness. ദൈവഭക്തിയെ പിന്തുടരുക. We need to be constantly at motion to not to give up, but to constantly persevere in our efforts for godliness. നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തി നിലനിർത്തുവാനായിട്ട് നാം നിരന്തരമായിട്ട് ക്ഷമയോടെ അധ്വാനിച്ച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ട ആവശ്യമുണ്ട്. Another term that is used here is, the word pursue is unrelenting, means without rest. It is the duty of a Christian child of God that he need to pursue after godliness. ഇവിടെ ദൈവഭക്തി പിന്തുടരുക എന്ന് പറയുമ്പോൾ അത് വിട്ടുമാറാതെ നിരന്തരമായിട്ട് അതിനെ അന്വേഷിക്കുക, അതിനായിട്ട് ധ്വാനിക്കുക എന്നുള്ളതാണ് ഒരു ദൈവപൈതലിന്റെ ഉത്തരവാദിത്വം. And the beautiful example again for that is the Lord Jesus Christ. ആ വിഷയത്തിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഏറ്റവും ഉദാത്തമായ ഉദാഹരണം. Because he did everything for the glory of God. താൻ ചെയ്തതെല്ലാം തന്നെ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് ചെയ്തത്. And so as Christians also, we should pursue godliness so that we would reflect Christ and bring glory and honor to God through our lives. അതുകൊണ്ട് ദൈവമക്കളായ നാം ദൈവഭക്തി പിന്തുടരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനായിട്ട് ഇടയായി തീരണം. So Paul is encouraging the children of God to train. The child of God should be training himself regularly to be godly and to have this character of godliness in his life and practice godliness. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഈ ദൈവഭക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശീലനം ചെയ്ത് ആ സ്വഭാവം അവരിൽ വളർത്തിയെടുക്കണമെന്നുള്ളതാണ്. Some of the other verses in Timothy, we will just quickly go through, is 1 Timothy chapter 6 and verse 6. It says, godliness with contentment is great gain. മറ്റു ചില വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് നോക്കിയാൽ 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു എന്നാണ്. Yeah, but I'd like to turn also your attention to another portion which is written by Peter, Apostle Peter, from 2 Peter chapter 3, and which talks about godliness at this time. I told you that there are very few portions that have the term godliness, and most of them are in the in fact, so many of them are in the New Testament only, and very few places. Peter, the book of Peter is one of them as well. 2 Peter chapter 1. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിൽ വളരെ അപൂർവമായി മാത്രമേ ദൈവഭക്തി എന്നുള്ള പദപ്രയോഗം നാം കാണുന്നുള്ളൂ. അതിൽ തന്നെ ഏറിയ പങ്കും പുതിയ നിയമത്തിലാണ് നാം കാണുന്നത്. അതിൽ അപ്പോസ്തലനായ പൗലോസിനൊപ്പം പത്രോസും തന്റെ ലേഖനത്തിൽ ആ വാക്ക് ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. 2 പത്രോസ് 1-ാം അധ്യായം verse 3 to 4. 3-4 വാക്യങ്ങൾ. As his divine power has given to us all things that pertain to life and godliness, through the knowledge of him who called us by glory and virtue, by which have been given to us exceedingly great and precious promises, that through these you may be partakers of the divine nature, having escaped the corruption that is in the world through lust. 2 പത്രോസ് 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. So beautifully Peter puts it that God has given to each one of us everything that we need for life and godliness. ഇവിടെ പത്രോസ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ദൈവം സകല മനുഷ്യർക്കും അവരുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. We don't need a special equipment or a special talent to achieve this, because God has
the word of God says that we have been given everything so that we may live a life of godliness. നാം ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ആവശ്യമുള്ളതൊക്കെ ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കയാൽ ദൈവഭക്തി നമ്മിൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ഒരു ഉപകരണമോ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മാർഗമോ നമുക്ക് വേറെ ആവശ്യമില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. I told you in the beginning that it stems from a relationship, first of all, from a relationship with the living God. ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞതുപോലെ ദൈവവുമായിട്ടുള്ള ശരിയായ ഒരു ബന്ധത്തിൽ നിന്നാണ് യഥാർത്ഥ ദൈവഭക്തി മുളയ്ക്കുന്നത്. And then when we establish that relationship, then we need to be consistent in our walk with God. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം നാം നിലനിർത്തുവാനായിട്ട് നിരന്തരമായിട്ട് ദൈവത്തോടു കൂടെ നാം നടക്കുവാനായിട്ട് ആവശ്യമുണ്ട്. And when we consistently walk with God, we will be pleasing God in and through our lives. നാം ദൈവത്തോട് ചേർന്ന് സ്ഥായിയായി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. You know, the term walking with God talks about our relationship and our devotion to God. നാം ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധവും ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തെയുമാണ് കാണിക്കുന്നത്. And the term pleasing to God derives out of that relationship with God. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ആ അവസ്ഥ വാസ്തവത്തിൽ ആ ബന്ധത്തിൽ നിന്ന് ഉരുവാകുന്നതാണ്. So godliness is the result of that relationship, dearly beloved. How beautiful it is that, you know, the Lord has not kept us in the dark. Though Peter says very emphatically, everything for our life and godliness is given to us. പ്രിയ ദൈവമക്കളെ, യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ കൂട്ടായ്മയുടെ ഫലമാണ്. നാം ഇവിടെ കാണുന്നത് പോലെ പത്രോസ് അതെത്ര വ്യക്തമായിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ദൈവഭക്തിക്ക് ആവശ്യമായതൊക്കെ നൽകപ്പെട്ടിരിക്കുകയാണ്. You know, some of the things that pertain to godliness in our relationship with God, some of the few things that we need to remember is our faith in God. നമ്മുടെ ദൈവഭക്തിയോട് ബന്ധിച്ച് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ നാം ഓർക്കുവാൻ ആവശ്യമുള്ളത് ഒന്ന് നമ്മുടെ ഭക്തിയാണ്. Yeah, you know, as Jijo reminded us in the beginning that, you know, it's been 1 year since we gathered together because, you know, of this COVID condition. But we should continue to have our faith in God because our God is sovereign. He is in control of every situation in life. We don't have to fear anything because he is in control of each and every situation in heaven and on earth below. Priya, ജിജോ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നാം ഈ കോവിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ നിമിത്തം ഒരുമിച്ച് കൂടുവാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ വിശ്വാസത്തിൽ നാം മടുത്തു പോകാതെ ദൈവത്തിന്റെ പരമാധികാരത്തെ മനസ്സിലാക്കി ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുവാനായിട്ട് ആവശ്യമുണ്ട്. And during at these times like this, I'm reminded of that song that we usually sing in the Sunday school, you know, from Proverbs chapter 3 and verse 5 and 6. Trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge him and he shall direct your path. ഇങ്ങനെയുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നാം സാധാരണ പാടാറുള്ള സദൃശവാക്യത്തിലെ ആ പാട്ട്, അതിന്റെ വാചകം ഇങ്ങനെയാണ്: എപ്പോഴും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, മനുഷ്യരിലേക്ക് ആശ്രയിക്കരുത്, നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. Dearly beloved, I can trust him because whatever I can trust him because he allows these things to happen in my life. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവം അനുവദിക്കുന്നതാണ് എന്ന് ദൈവത്തിൽ എനിക്ക് വിശ്വസിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. There is a plan and purpose of God for everything. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു കാര്യപരിപാടിയുണ്ട്.
Of course, if you do sin, then you will get the consequences of that as well. നാം പാപം ചെയ്യുമ്പോൾ അതിന്റെ പരിണിത ഫലത്തിന് നാം വിധേയരാകുകയും ചെയ്യും, അതിന് സംശയമില്ല. So in our attitude of godliness, we need to have that the trust and faith in God. നമ്മുടെ ദൈവഭക്തിയുടെ ആ സ്വഭാവത്തിന് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും അനുപേക്ഷണീയമാണ്. We need to have a life of prayer. നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. Many a times in our life, we only get connected with God when we go through difficulties. നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും സമയങ്ങളിലൊക്കെ നാം ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവമായിട്ടുള്ള ശരിയായ ബന്ധത്തിലേക്ക് വരുന്നത്. But God wants us to maintain a consistent relationship in our prayer life with Him. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവവുമായിട്ട് സ്ഥായിയായ ഒരു സംസർഗം നാം നിലനിർത്തണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. And He wants us to be connected with Him because we need to be in the will of God. We need to be in the purpose of God. We need to be in the plan of God. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവഹിതത്തിൽ ആയിരിക്കേണ്ടത് കൊണ്ട്, നാം ദൈവത്തിന്റെ കാര്യപരിപാടിയിലായിരിക്കേണ്ടത് കൊണ്ട്, ദൈവത്തിന്റെ ഉദ്ദേശം നമ്മിൽ സാധിക്കേണ്ടതിനു വേണ്ടി നാം എപ്പോഴും ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൽ തുടരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Godliness cannot happen when there is no faith and trust in God and when there is no prayer. നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ട് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും ദൈവസന്നിധിയിൽ ശരിയായ പ്രാർത്ഥനയും ഇല്ലെങ്കിൽ ദൈവഭക്തി നമ്മിൽ നിറവേറപ്പെടുകയില്ല. That is what I said in the beginning. The gospel will lead us to godliness. അതുകൊണ്ടാണ് പ്രാരംഭമായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചത്, സുവിശേഷമാണ് നമ്മെ യഥാർത്ഥ ദൈവഭക്തിയിലേക്ക് നയിക്കുന്നത്. The knowledge of truth will lead us to godliness. ദൈവിക സത്യങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മെ ദൈവഭക്തിയിലേക്ക് നയിക്കുന്നു. Another important aspect in a godly life is the attitude of meditating upon the word of God. നമ്മുടെ ദൈവഭക്തി നിറഞ്ഞ സ്വഭാവത്തിന്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കുന്നതാണ്. Dearly beloved, may the Lord help us in these days to come that we would exercise, as Paul says, pursue godliness in our lives. നമ്മുടെ വരും ദിവസങ്ങളിൽ പൗലോസ് പറഞ്ഞതുപോലെ നാം ദൈവഭക്തിയെ വാസ്തവമായും പിന്തുടരുന്നവരായി, ദൈവഭക്തിയെ ജീവിതത്തിൽ അഭ്യസിക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Ask God to give us the wisdom so that we may be able to live a godly life. ദൈവഭക്തിക്കനുസൃതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിജ്ഞാനം നൽകുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. True godliness is to enjoy the presence of God. ദൈവ സന്നിധിയിൽ സന്തോഷിക്കുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. The desire to be in the presence and the fellowship of God is true godliness. ദൈവ സന്നിധിയിലായിരിക്കുവാനും ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാനുമുള്ള ആ ഉദാത്തമായ ആഗ്രഹമാണ് ദൈവഭക്തിയുടെ മറ്റൊരു വശം. And if that is the sense that if a child of God truly enjoys the presence of God and the fellowship of God, that is the very heartbeat of godliness. ഒരു ദൈവ പൈതൽ വാസ്തവത്തിൽ ദൈവ സാന്നിധ്യവും ദൈവ കൂട്ടായ്മയും ശരിയായി അനുഭവിക്കുന്നെങ്കിൽ അതാണ് ദൈവഭക്തിയുടെ ശരിയായ ഹൃദയമിടിപ്പ്. Sometimes when you hear the term godly life, we think it is a boring life. പലപ്പോഴും ദൈവിക ഭക്തിക്കനുസാരമായ ജീവിതം എന്ന് പറയുന്നത് അതൊരു വിരസമായ ജീവിതമായിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. But dearly beloved, godly life is a blessed life. പ്രിയമുള്ളവരെ, ദൈവ ഭക്തിയോടെയുള്ള ജീവിതം എന്ന് പറയുന്നത് അത് ധന്യമായ ജീവിതമാണ്. And if there is anybody in this Zoom platform today who has not known or given his or her life to the Lord Jesus, I like to tell you a few things. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇതുവരെയും നിങ്ങളുടെ ജീവിതം കർത്താവിനായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
Let me tell you that you cannot enjoy the life at its best if you do not surrender your life to the Lord Jesus Christ. നിങ്ങളോട് വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതം കർത്താവിനായിട്ട് നിങ്ങൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അതിന്റെ ശരിയായ നിലയിൽ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. The Lord knows each one of us. ദൈവം നമ്മെ ഓരോരുത്തരെയും അറിയുന്നു. He knows the condition of each one of our hearts. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയാവസ്ഥ ദൈവം അറിയുന്നു. You know, the terminology is surrendering yourself to God. In the worldly sense, the people, look at the word surrender as something that you lose out. നമ്മുടെ മാനുഷികമായ ചിന്തയിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുത്തുന്ന ഒരു ആശയമാണ് അതിൽ നമുക്ക് ലഭിക്കുന്നത്. But that is not the case when it comes to surrendering your life to Jesus Christ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ ആശയമല്ല അതിൽ അന്തർലീനമായിരിക്കുന്നത്. There is nothing to lose but everything to gain. അങ്ങനെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല, പ്രത്യുത ധാരാളമായിട്ട് നേട്ടം ലഭിക്കുകയാണ്. Thanks be to God for his unspeakable gift. പറഞ്ഞു തീരാത്ത ദൈവത്തിന്റെ ദാനം നിമിത്തം ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. Oh, the Lord came to this earth in search of each one of us, sinners who would never be able to come into the presence of God, but it was God who loved us, and God who came down, as we read, that it is the mystery of godliness, the amazing revelation of God in Christ, who came to this world to seek and save the lost. പാപികളായിരുന്ന നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒരിക്കലും അടുത്തു വരുവാനായിട്ട് കഴിയാതിരിക്കവേ നമ്മെ തേടി ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നാം നേരത്തെ കണ്ടതുപോലെ ദൈവഭക്തിയുടെ മർമ്മം ക്രിസ്തുവിൽ വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നു. അത് നമുക്ക് യഥാർത്ഥമായ ദൈവഭക്തിയിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുമ്പോൾ അത് സാധിക്കുകയാണ്. Oh, he came to this world born as a helpless babe. He was born as a human without sin, and went all the way to the cross of Calvary to die on the cross for the sins of for your sins and my sins on the cross of Calvary, to give us eternal life. ദൈവം ഒരു മനുഷ്യനായിട്ട്, ഒരു ശിശുവായിട്ട് ഈ ലോകത്ത് ജനിച്ച് ലോകത്തിന്റെ നിങ്ങളുടെയും എന്റെയും പാപം തന്റെ മേൽ ഏറ്റെടുത്ത് കാൽവറിയിലെ ക്രൂശിലേക്ക് പോയി നിങ്ങളുടെ പകരക്കാരനായി മരിച്ച് നിങ്ങൾക്ക് രക്ഷ സാധിപ്പിച്ചു. Oh, dearly beloved, it is my earnest prayer that you would surrender your life. There is nothing to lose. It is all to gain, because you will gain eternity in heaven to be with the Lord Jesus Christ forever and forever. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിനായിട്ട് നമ്മെ സമർപ്പിക്കുമ്പോൾ നമുക്കൊന്നും നഷ്ടമാകുന്നില്ല, പ്രത്യുത നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയാണ്. അതിലേറ്റവും ഉന്നതമായത് നമുക്ക് നിത്യകാലം ദൈവത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം നിത്യജീവൻ നമുക്ക് ലഭിക്കുകയാണ്. And when you do that, you too can enjoy the fullness of life that is given only through the Lord Jesus Christ. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രം ലഭ്യമാകുന്ന ആ ജീവിതത്തിന്റെ സമ്പൂർണത നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. And to all those who are children of God, may I remind you once again that the gospel, the truth, the knowledge of the truth will lead you to godliness. Let us look in our own life in the days ahead, how it has been in each one of our lives. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുവാനുള്ളത്, ദൈവ സത്യങ്ങളുടെ ശരിയായ പരിജ്ഞാനം നിങ്ങളെ ദൈവഭക്തിയിലേക്ക് നയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നുവെന്ന് ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. May the Lord help us to live godly lives, and may his name be glorified. ദൈവ ഭക്തിയോടെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.